രഞ്ജിത്ത് അസോസിയേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ചൈനയിലാണ്. ചൈനയിലെ ഒരു ലൈറ്റ് മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ഗുജൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലൈറ്റ് മാർക്കറ്റിൽ നമുക്ക് വേണ്ട ഒരു ലൈറ്റിനെ ചൈനയിൽ വന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം, പല ഷോപ്പുകൾ വിസിറ്റ് ചെയ്ത് നമുക്ക് സൂട്ട് ആവുന്ന ലൈറ്റുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുജനിലെ ഈ മാർക്കറ്റിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ഷോപ്പിംഗ് മാളുകളാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഷോപ്പിംഗ് മാളില് കുറഞ്ഞത് 200-നും 300-നും ഇടയ്ക്ക് ലൈറ്റിന്റെ ഷോപ്പുകളുണ്ട്. ഈ ഓരോ ലൈറ്റ് ഷോപ്പുകളും ഓരോ തീമിലുള്ള പല ഡിസൈനർ സ്റ്റൈലുകൾ ഫോളോ ചെയ്യുന്ന ലൈറ്റുകൾ ഡീൽ ചെയ്യുന്ന ഷോപ്പുകളാണ്. നമ്മുടെ ഇന്റീരിയർ ഡിസൈനിന്റെ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോപ്പ് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഡിസൈൻ കാണിച്ച് നമ്മുടെ ഡിസൈനോട് ഏറ്റവും സൂട്ടാവുന്ന ഒരു ലൈറ്റ് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. ഈ അടുത്ത സൈഡിൽ ഇപ്പോൾ കാണുന്ന ഷോപ്പ് വളരെ തിന്നായിട്ടുള്ള മെറ്റൽ പീസുകൾ വെച്ചിട്ട് ലൈറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇതുപോലെ ഈ ഒരു പ്രോജക്റ്റിന്റെ സെലക്ഷന് വേണ്ടിയാണ്. ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇതുപോലൊരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്നതിന് മുമ്പായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, ലൈറ്റ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതെല്ലാം ഈ ഒരു ഡിസൈനിലുണ്ട്. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ സെലക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് ഡിസൈനിൽ നമ്മൾ ശരിക്കും ട്രാക്ക് ലൈറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാക്ക് ലൈറ്റും രണ്ട് ഷാൻഡിലിയർ ലൈറ്റും ട്രാക്ക് ലൈറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നതെല്ലാം അതേപോലെയുള്ള ഷോപ്പുകളാണ് നോക്കുന്നത്. ട്രാക്ക് ലൈറ്റ് കിട്ടുന്ന ഷോപ്പുകൾ. ഇവിടെ എല്ലാം ഓരോ ഷോപ്പുകളും പല തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട മാച്ച് ചെയ്യുന്ന ട്രാക്ക് ലൈറ്റ് ഡീൽ ചെയ്യുന്ന ഷോപ്പ് ആദ്യം കണ്ടെത്തുക. അവിടുന്ന് നമുക്ക് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, പ്രൈസ് ഓക്കെ ആണോ നോക്കുക, അങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മളൊരു ഇതുപോലെ ഡിസൈനോ ഒരു ഐഡിയയോ ഉണ്ടാക്കിയിട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ സെലക്ഷൻ കുറച്ചുകൂടെ ഈസി ആവും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയുള്ള കുറേ ഷോപ്പുകൾ കാണുമ്പം ഒത്തിരി ഷോപ്പുകളുണ്ട്, ഒത്തിരി കൺസെപ്റ്റുകളുണ്ട്, ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് നമുക്ക് തീരെ ഒരു ഐഡിയ ഇല്ലാതെ കൂടുതൽ കൺഫ്യൂഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആദ്യമേ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് വരികയാണെങ്കിൽ അതിന് മാത്രമുള്ള ഷോപ്പുകളിൽ പോകാനും നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഷോപ്പ് ഗ്ലാസുകള്, ക്രിസ്റ്റലുകള് അതിനെ ഷേപ്പ് ചെയ്തെടുത്ത് ചെറിയ പീസുകൾ കൊണ്ട് മെറ്റലിന്റെ ഒരു ഫ്രെയിമിൽ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവരുടെ ഒരു സ്റ്റൈല്. ഇപ്പോൾ ഈ കാണുന്ന ഷോപ്പില് ഒരു മെറ്റലിന്റെ ഒരു കമ്പി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് ഒരു ഫാബ്രിക് ഫിക്സ് ചെയ്ത് കവർ ചെയ്തെടുത്തിരിക്കുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് ഈ ഷോപ്പ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഹാങ്ങിങ് ലൈറ്റുകളും സിംഗിൾ പെൻഡന്റ് ലൈറ്റുകളും ഒക്കെ ഈ ഷോപ്പ് ഡീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ക്രിസ്റ്റലുകളെ കണക്ട് ചെയ്ത് ഒരു മാല പോലെ അറേഞ്ച് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഷാൻഡിലിയറുകളും ഹാങ്ങിങ് ലൈറ്റുകളും റൗണ്ട് ഷേപ്പിലുള്ള ഷാൻഡിലിയറുകളും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണ്. ഈ ഒരു ഷോറൂമിലൂടെ നടക്കുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ലൈറ്റ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഈ ഷോപ്പിലേക്ക് വന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്.不是推的，我们常买都是设计师的。这个最低的钱 Yes， 最低。你给我最低的。我已经给了你最低价。നമുക്ക് വേണ്ട ഒരു ഡിസൈൻ, എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഏകദേശം നമ്മുടെ ഡിസൈനോട് മാച്ച് ചെയ്യുന്നത് ഒരു ഡിസൈൻ കണ്ടെത്തുകയും ഒരു മോഡൽ കണ്ടെത്തുകയും അതിൽ വേണ്ട ചേഞ്ചസുകളോ കളർ ചേഞ്ചുകളോ സൈസിന്റെ ചേഞ്ചുകളോ ഒക്കെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇതിലെ ചില ഷോപ്പുകൾ ഇതുപോലെ മിക്സഡ് ആയിട്ടുള്ള ഡിസൈൻ കോൺസെപ്റ്റുകൾ അവരുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചില ഷോപ്പുകൾ ഒരു തീമിൽ മാത്രമുള്ള ലൈറ്റുകളായിരിക്കും ഡീൽ ചെയ്യാറുള്ളത്. 这个宽一样的。对的。我喜欢这个宽。可以。ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെയുള്ള മെറ്റീരിയൽ സാമ്പിളുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ലൈറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരും. 550。ചൈനയിലെ ഷോപ്പുകളെല്ലാം തന്നെ നമ്മൾ വില പേശി വാങ്ങിക്കേണ്ട ഒരു രീതി തന്നെയാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ എന്താണ് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതിന്റെ ഡീറ്റെയിൽസുകൾ ചോദിച്ച് മനസ്സിലാക്കുകയും നമുക്ക് വേണ്ട ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. മെറ്റീരിയൽസ് പല ക്വാളിറ്റിയിലും
പല ഫിനിഷിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരേ പ്രോഡക്റ്റിന്റെ തന്നെ പല മെറ്റീരിയൽസിലും പല ഫിനിഷിലും വരുമ്പോൾ പ്രൈസ് വ്യത്യസ്തപ്പെട്ടിരിക്കും. 80% perfect Chinese. അടിപൊളി. ഷോപ്പിന്റെ കുറച്ച് ഭാഗം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മെൽറ്റ് ചെയ്ത് ഫോം ചെയ്ത് എടുത്തിരിക്കുന്ന പല ഷേപ്പുകൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ലൈറ്റുകളാണ്. നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന റെഡ് കളർ, ഓറഞ്ച് കളർ ലൈറ്റുകൾ ശരിക്ക് മെൽറ്റ് ചെയ്ത ഗ്ലാസിനെ ബോളുകളാക്കി, ചില ബോളുകൾ പോലെ ആക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈനുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്റ്റലുകളാണ്. ക്രിസ്റ്റലുകളെ മെറ്റലിന്റെ ഒരു ഫ്രെയിം അറേഞ്ച് ചെയ്ത് അതിൽ ഹാങ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കാണുന്ന ഈ ലൈറ്റ് ഒക്കെ ക്രിസ്റ്റലിന്റെയും മെറ്റലിന്റെയും കോമ്പിനേഷൻ ആണ്. നമ്മളിപ്പോ നേരെ കാണുന്ന ഈ ലൈറ്റുകള് ക്രിസ്റ്റൽ ഷാൻഡിലർ ആണ്. അതിന്റെ ഹാങ്ങിങ് ലൈറ്റും വാൾ ലൈറ്റും അവൈലബിൾ ആണ്. Opego, Paizo, Boda, Karen. Okay. Kausu, Boda, Karen. സാധാരണ രീതിയിലുള്ള ഒരു വിലപേശൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഒത്തിരി നമ്മൾ വില കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ കാരണമാവാം. നമ്മുടെ ഡിസൈനിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ നമ്മൾ കാണുകയും അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഈ ഷോപ്പിലേക്ക് കയറി ചെല്ലുകയും ചെയ്തതാണ്. നമുക്ക് വേണ്ട ഒരു ഡിസൈൻ ഇവിടെ എക്സാക്ട് ഈ ഒരു ഡിസൈൻ വേണമായിരുന്നു. അത് നമ്മളിവിടെ എക്സാക്ട് ഈ കടയിൽ കണ്ടിട്ട് നോക്കുന്നു. ഈ ഒരു ലൈറ്റ് ഷോപ്പ് ഒരു അലൂമിനിയം പ്രൊഫൈലിലെ ലീനിയർ ലൈറ്റിന്റെ ഒരു പോർഷൻ ഫിക്സ് ചെയ്ത് ആ അലൂമിനിയം പ്രൊഫൈലിനെ പല രീതിയിൽ ബെൻഡ് ചെയ്ത് അതിനെ ഹാങ്ങിങ് ലൈറ്റ് ആയിട്ടും ഷാൻഡിയർ ആയിട്ടും വാൾ മൗണ്ടഡ് ലൈറ്റ് ആയിട്ടും ടേബിൾ ലൈറ്റ് ആയിട്ടും പല ഡിസൈൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഷോപ്പാണ്. This one, Kaus, Sami. ഒരു അലൂമിനിയം പ്രൊഫൈലും ആ അലൂമിനിയം പ്രൊഫൈലിനെ PVD കോട്ടിങ്ങിലൂടെ പല കളറുകൾ നൽകി അതിനെ പല ഫോമുകളിലാക്കി പല ഷേപ്പുകളിലാക്കി ബെൻഡ് ചെയ്ത് ഏതൊക്കെ രീതിയിലും ഒരു ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാവോ എല്ലാ ചാൻസുകളും പരീക്ഷിച്ച് നോക്കിയിരിക്കുന്ന ഒരു ഷോപ്പാണ് ഇത്. ഈ ഷോപ്പില് നമ്മുടെ ഡിസൈനോട് മാച്ച് ചെയ്യുന്ന ഒരു ലൈറ്റ് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ കയറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലൈറ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്തു. നമ്മളൊരു ലൈറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു അഡ്വാൻസ് കൊടുക്കുകയും ഒരു അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് അത് മാനുഫാക്ചർ ചെയ്ത് ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ സമയം ആവശ്യപ്പെടും. ആ സമയത്തില് അവരത് മാനുഫാക്ചർ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിലെ റെപ്രസെന്റേറ്റീവ് പോയി അത് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഉറപ്പാക്കിയിട്ടാണ് നമ്മുടെ സ്ഥലത്തേക്ക് ഷിപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഷോപ്പ്, ഈ ലൈറ്റിംഗ് ഷോപ്പിംഗ് മാൾ, അതിൽ 10-200ഓളം
ഷോപ്പുകൾ ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും പോയി ഓരോ ഷോപ്പിനെയും പോയി കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ 2-3 ദിവസം സ്പെൻഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് ഷോപ്പിംഗ് മാളുള്ള ഒരു സിറ്റിയാണ് ഗുജൻ എന്ന് പറയുന്ന ഈ ലൈറ്റ് സിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് വേണ്ട ഡിസൈൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ഫിക്സ് ചെയ്ത് വന്നില്ല എങ്കിൽ സെലക്ഷനും പർച്ചേസും വളരെ കൂടുതൽ സമയം എടുക്കുകയും നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുകയും കൂടുതൽ നമ്മൾ കൺഫ്യൂസ് ആകുവാനുമുള്ള ചാൻസ് ആണ് ഉള്ളത്. രഞ്ജിത്ത് അസോസിയേഷന്റെ കുറെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഗുജനിൽ വരികയും ഇതേ പ്രോസസ്സുകൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന സപ്ലൈസിനെ നമ്മൾ പല പർച്ചേസിലൂടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു പർച്ചേസിനോ ലൈറ്റ് സോഴ്സ് ചെയ്യാനോ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും. ആ രീതിയിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ രഞ്ജിത്ത് അസോസിയേഷന്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.